ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഒരു അടിപൊളി കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാലിന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതവിടെ പാൽ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറവാക്കി കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വറുത്ത സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ സേമിയ വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് എത്ര ആവശ്യത്തിന് പഞ്ചസാര അതും നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് സേമിയ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടെ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറവാക്കി കൊടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നും പാടില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത പാലിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ നന്നായി തിക്കായിട്ട് വരും. ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായി വെന്തിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കസ്കസ് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഞാനിവിടെ അടുത്ത് ചേർക്കാൻ പോകുന്നത് ആപ്പിളാണ്. ഞാനിവിടെ വലിയ ആപ്പിളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ആപ്പിളാണെങ്കിൽ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്